പത്തനംതിട്ട പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയെ അപമാനിച്ചതിന് അടൂർ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അത് യൂട്യൂബർ രാജൻ ജോസഫിനെതിരായിട്ടാണ് ആ കേസ്. രാജൻ ജോസഫിനെതിരായിട്ട് വേറെയും പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിട്ടുണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മ ഇപ്പം പത്തനംതിട്ട പഞ്ചായത്ത് അംഗമാണ്. അവർ നേരത്തെ CPIയിലായിരുന്നു. CPI വിട്ട് അവർ കോൺഗ്രസ്സിൽ ചേർന്നു. അതിനുശേഷം ഇവരെ പല സാമൂഹിക മാധ്യമങ്ങളിൽ പലരും അവമാനിച്ചതായിട്ടൊക്കെ നമ്മൾ കണ്ടു. കൃത്യമായിട്ട് രാജൻ ജോസഫ് എന്നയാൾ യൂട്യൂബർ ഇവർക്കെതിരായിട്ട് അവമാനകരമായ ചില വാർത്തകൾ പ്രസിദ്ധീകരിച്ചു എന്നാണ് പരാതി. അവരുടെ പരാതി അനുസരിച്ച് ഇപ്പോൾ അടൂർ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അയാളെ എറണാകുളത്ത് വെച്ച് കഴിഞ്ഞ ജൂൺ 4, 2026 അറസ്റ്റ് ചെയ്തു. അവരെ തുടരെ അവർക്കെതിരായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരെപ്പറ്റിയുള്ള വാർത്തകളും അവരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒന്നല്ല പലതവണ. അതുകൊണ്ട് അവർ പരാതിപ്പെട്ടു. പോലീസ് കേസെടുക്കാൻ കുറച്ച് നാളായിട്ട് ഡിലേ ചെയ്തു. എങ്കിലും ഇപ്പം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അയാളെ എറണാകുളത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നിലമ്പൂർ സ്വദേശിയായ രാജൻ ജോസഫിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരെയും അവമാനിച്ചെന്ന രീതിയിൽ അടുത്തൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ. അവിടെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലും ഇയാൾക്കെതിരായിട്ട് കേസുണ്ട്. അതുതന്നെ വേറെ പല പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ട് കേസെടുക്കാതെ കിടക്കുന്നുണ്ട്. തുടരെ കേസുകൾ ഇയാൾക്കെതിരായിട്ട് വരുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. ഇപ്പം തന്നെ 2 കേസായി. ഈ ശ്രീനാദേവി കുഞ്ഞമ്മയെ അവമാനിച്ചതിനാണ് ഇപ്പോഴത്തെ കേസ്. അടൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മളറിയാം പലരും വ്യക്തിഹത്യ ചെയ്യുന്നതായി കാണാം. പൊതുവായ സമൂഹത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങൾ ഇടുന്നതിന് തടസ്സമില്ല, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന് തടസ്സമില്ല. പക്ഷേ വ്യക്തികളെ അവമാനിക്കരുത്. അത് ആരായാലും ശരി, അതിലൊരു പ്രതിയാണെങ്കിലും ശരി, കുഴപ്പക്കാരായാലും ശരി, അവമാനിക്കുന്ന രീതിയിൽ പറയരുത്. അതേസമയത്ത് അതൊരു വാർത്തയാക്കി കൊടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ അങ്ങനെയല്ല, രാഷ്ട്രീയപരമായി ഇവർ CPIയിൽ നിന്ന് അവർ കോൺഗ്രസ്സിലേക്ക് മാറി. ആ ഒരു ഇത് വെച്ചിട്ടാണ് തുടരെ ഇവർക്കെതിരായിട്ടുള്ള വാർത്തകൾ മോശമായ രീതിയിൽ ഈ സാമൂഹ്യ മാധ്യമ ഈ യൂട്യൂബർ രാജൻ ജോസഫിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതെന്നാണ് പരാതി പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ആ രീതി ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആണിപ്പം അടൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് എതിരായി പല സ്ഥലങ്ങളിലും ഇതുപോലെ പരാതി വന്നിട്ടുണ്ടെങ്കിലും കേസുകളിപ്പം 2 പോലീസ് സ്റ്റേഷൻ, തൃക്കാക്കരയിലും അടൂരും 2 കേസുകളായി. ഇനിയും തുടരെ കേസുകൾ ഉണ്ടാകുമെന്നാണ് വരുന്ന വാർത്തകൾ.